സിബിനെതിരെ ചെയ്യുന്ന വീഡിയോകൾക്കെല്ലാം അടി വന്ന് പൂരത്തെറി വിളിക്കാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അവരോട് പറയാൻ ഒന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാം, അവരെ മാത്രം മതി ജയിക്കുന്നതെന്ന് ചിന്തിക്കാം. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം പൂർണ്ണമായും ന്യായീകരിക്കുന്നത് അതൊരു അടിമത്തമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, സിബിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, ജാസ്മിൻ്റെ കുറ്റങ്ങൾ പറയാറുണ്ട്, സിബിൻ്റെ കുറ്റങ്ങൾ പറയാറുണ്ട്. ബഹുഭൂരിഭാഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിൽ സിബിൻ്റെ തോന്നിവാസമാണെന്ന് തന്നെ പറയണം. കാര്യം സിബിൻ ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റുമെന്ന് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ പ്രക്രിയകൾ. സിബിൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം മറച്ചു വെക്കുക, മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുക. ഇതാണ് ഇപ്പോൾ ഇവിടെ സിബിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിബിൻ പറയുന്നത് കേൾക്കാനായിട്ട് അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പൂജയും അതുപോലെ തന്നെ ഋഷിയും ഒക്കെ. ബാക്കിയുള്ള കാര്യം പോട്ടെ നോക്കുക, പൂജയും ഋഷിയൊക്കെ ആ കൂട്ടത്തിൽ ഇച്ചിരി കാലിബർ ഉള്ളവരാണ്. പൂജയുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. കാര്യം അവരുടെ അടുത്തൊന്ന് ഇരിക്കാൻ പറഞ്ഞാൽ അവർ താഴെ കുഞ്ഞു കുമ്പിട്ടിരിക്കും. ആ രീതിയിലാണ് ഇപ്പോൾ സിബിൻ അവരെ അടിമയാക്കി വെച്ചിരിക്കുന്നത്. നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാവുന്ന ഒരാളാണ് പൂജ പോലും സിബിൻ്റെ അണ്ടറിലായി പോയിക്കൊണ്ടിരിക്കുന്നു. കാര്യം സിബിൻ്റെ ഗെയിം പോകുന്ന അങ്ങനെയാണ്. എല്ലാവരും തനിക്ക് അടിമയാക്കി മാറ്റിയിട്ട് തനിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ പിടിച്ച് പുറത്താക്കാം. അത് എത്ര വൃത്തികെട്ട രീതിയിൽ പറഞ്ഞിട്ടാണെങ്കിലും അവർ ചെയ്യുന്ന ഇത് വളരെ മോശമാണെന്ന് വരുത്തി തീർത്തിട്ടാണെങ്കിലും അങ്ങനെ ചെയ്ത് പുറത്തേക്ക് വിടുക. എന്നിട്ട് താൻ ചെയ്യുന്ന തെറ്റുകളെ ആരും അവിടെ ചർച്ച ചെയ്യാൻ പാടില്ല. ഇന്നലെ സിബിൻ ആ ആക്ട് കാണിച്ചത് പിന്നീട് എല്ലാവരോടും ഓർഡർ ചെയ്യുവാണ്, ഈ ഒരു കാര്യം ഇനി ആരും ചർച്ച ചെയ്യാൻ പാടില്ലെന്ന്. ആ ഒരു കാര്യം സംസാരിക്കാൻ വന്ന പൂജയും ഋഷിയോടൊക്കെ പറയുന്നു, ഇനി ഇവിടെ സംസാരിക്കേണ്ട, എനിക്കിത് കേൾക്കുകയും വേണം, നിങ്ങൾ ഇനി ആരും സംസാരിക്കാൻ പാടില്ലെന്ന്. പിന്നീട് വന്ന സായിയോടും പറയുന്നത് ഇത് തന്നെയാണ്, ഇനി ഇതിവിടെ വിട്ടുതരാം അളിയെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, എനിക്കതൊന്ന് കേൾക്കാൻ താല്പര്യം, ഇനി ആരും ചർച്ച ചെയ്യാൻ പോകലേന്ന്. സായി പിന്നെ വിട്ടൊന്നുമില്ല, സായി ചെന്ന് അടുത്തടുത്തൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സായി പിന്നെ മിണ്ടാതിരുന്നൊന്നുമല്ല, സായി ചെന്ന് നോറയോടും അഭിഷേക് ശ്രീകുമാരോടും മറ്റേ നമ്മുടെ അഭിയോടും ഒക്കെ ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ സായിയുടെ പുറകെ നടന്ന സായി ഇത് ആരൊക്കെ അടുത്തൊക്കെ പറയുന്നു എന്ന് നോക്കാനായിട്ട് നമ്മുടെ ജിൻറ്റപ്പൻ CID ആയിട്ട് നടക്കുമായിരുന്നു. ജിൻറ്റപ്പൻ ചെന്ന് അത് തിരിച്ചു നിന്ന് നമ്മുടെ സിബിനോട് പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ സിബിൻ്റെ ഒരു ഇരിപ്പുണ്ട്, എൻ്റെ ദൈവമേ ഞാൻ എന്ത് വേണം, ഇവൻ എനിക്ക് പണ്ട് തരുമോ എന്ന രീതിയിൽ. കാര്യം സിബിനറിയാം ചെയ്തത് തെറ്റാണെന്ന്. ഈ എന്ത് തെറ്റും ചെയ്തിട്ട് എടുത്ത് വാരി വിതറാനുള്ളതല്ല ഈ സോറി എന്ന് പറയുന്ന വാക്കിന് അതിൻ്റേതായ വിലയുണ്ട്. ചുമ്മാ നമ്മൾ കണ്ണിൽ കാണുന്നതൊക്കെ വാരി വിതറാനുള്ളതല്ല സോറി. പിന്നെ എന്തെങ്കിലും ചെയ്തിട്ട് സോറി പറയാം, നമുക്ക് സോറി ചോദിക്കാം. നമ്മൾ അത് മനസ്സിൽ ആത്മാർത്ഥമായിട്ട് തട്ടിക്കൊണ്ട് പറയുന്ന സോറി, അല്ല ചുമ്മാ വാക്കുകൊണ്ട് പറയുന്നതല്ല. ഇവിടെ സിബിൻ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടല്ല, തൻ്റെ ഈ പ്രശ്നം ഇവിടെ ഒതുക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഈ ഒരു സോറി പറഞ്ഞിരിക്കുന്നത്. ഇനി മേലെ അത് ആരും ചർച്ച ചെയ്യാനും പാടില്ല, അത് ഇവിടുത്തെ ന്യായമാണ്. സിബിന് ചർച്ച ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചർച്ച ചെയ്തുകൂടാ? സിബിൻ അവിടെ പവർ ടീം ആണെന്ന് പറഞ്ഞുകൊണ്ട് ഈ സിബിൻ്റെ കാണിക്കുന്ന തോന്നിവാസങ്ങളൊന്നും ആരും ചർച്ച ചെയ്യാൻ പാടില്ലെന്ന് ഓർഡർ ഇടാനൊന്നും ഒരു അധികാരവും ഇല്ല. മാത്രമല്ല ഇത്രയെല്ലാം കാണിച്ച് കൂട്ടിയിട്ട് ജാസ്മിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്നുള്ള പൂർണ്ണ ബോധം വന്ന ശേഷം ഇനി ജാസ്മിൻ വഴി താൻ മിണ്ടില്ല, ജാസ്മിൻ ഉണ്ടാക്കുന്നൊന്നും ഞാൻ കഴിക്കില്ല, ഈ ഒരു ഷോ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയാൽ പോലും ജാസ്മിൻ വഴി ഞാൻ മിണ്ടില്ല, കാണുകയോ ചെയ്യില്ല, എനിക്ക് ആൾ കാണണ്ട എന്ന് പറയുന്നത്. കാര്യം റിയലായിട്ട് എന്താണ് സിബിൻ എന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു പരിധി വരെങ്കിലും നമ്മുടെ ജാസ്മിന് കഴിഞ്ഞു. അതിൻ്റെ ഒരു ദേഷ്യം ജാസ്മിനോടുണ്ട്. വേറെ ആരും ഇത്രയേറെ സിബിനെ ചൊറിയാൻ ചെല്ലുന്നില്ല, സിബിൻ്റെ സ്വഭാവം എന്താണ് പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. ആ ഒരു ദേഷ്യം ജാസ്മിനോടുണ്ട്. എന്ന് വെച്ച് ജാസ്മിൻ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, ജാസ്മിൻ്റെ കയ്യിലും തെറ്റുകളുണ്ട്. ഇന്നലെ പോലും ജയിലിൽ കിടന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു, അതൊക്കെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ജാസ്മിൻ്റെ കയ്യിലും ഉണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്ന് വെച്ച് ജാസ്മിൻ മാത്രമാണ് തെറ്റ്, ജാസ്മിനും ഗബ്രി മാത്രമാണ് തെറ്റ് എന്ന് പറയുന്നതാണ് തെറ്റ്. ജാസ്മിനും ഗബ്രി മാത്രമല്ല, അവിടെ എല്ലാവരും തെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവിടെ തെറ്റ് വലിയ തെറ്റാര് ചെറു തെറ്റാര് എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ഒരാൾ നന്മ ചെയ്യുന്നത് ഒരാൾ തിന്മ ചെയ്യുന്നതെന്നല്ല, അവിടെയുള്ള തെറ്റുകളിൽ കൂടുതൽ ആര് ചെയ്യുന്നു കുറവാര് ചെയ്യുന്നു എന്ന് അതാണ് നോക്കേണ്ടത്. ഇതിപ്പോൾ മാറി തിരിഞ്ഞ് വരുവാണ്. ജാസ്മിൻ കുറച്ച് കഴിയുമ്പോൾ സിബിൻ കൂടുതൽ ചെയ്യുന്നുണ്ട്, സിബിൻ കുറയുമ്പോൾ ജാസ്മിൻ കൂടുതൽ ചെയ്യുന്നുണ്ട്. ഇത് ഈ ഒരു റേഷ്യയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ കൂടുതലും നെഗറ്റീവായിട്ട് വരുന്നത് ജാസ്മിൻ മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. എന്തായാലും ജാസ്മിൻ വലിയ ഗെയിമർ ഒന്നും അല്ല എന്ന് പറയുന്ന ആളുകൾക്കിടയിലേക്ക് താൻ ഇവിടുത്തെ വലിയ ഗെയിമർ തന്നെയാണ് എന്ന് തെളിയിക്കാൻ ജാസ്മിൻ ഇന്നലെ കഴിഞ്ഞു. അതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഇന്നലെ സിബിൻ്റെ കയ്യിൽ നിന്ന് വന്ന ആ ഒരു ആക്ട്. ഇനി സിബിന് കളിക്കാൻ വയ്യെന്നാണ് പറയുന്നത് ജാസ്മിനുമായിട്ട്. ഇനി ഒരു കാര്യത്തിന് ഞാൻ അവളോട്ട് ഒരു കാര്യത്തിനും പോകില്ല, മറ്റുള്ളവരെ ഇറക്കി ഗെയിം കളിക്കാനാണ് ഇനി സിബിൻ ശ്രമിക്കുന്നത്. ഡയറക്റ്റ് നിന്ന് ഇനി സംസാരിക്കാൻ വയ്യെന്ന്. കാര്യം സംസാരിച്ചാൽ സിബിൻ്റെ തൻ്റെ സ്വഭാവങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടേയിരിക്കും. അതാണ് സിബിന് പേടി. ഇപ്പോൾ എന്തായാലും സിബിന് നല്ല പേടിയുണ്ട്. ആ ഒരു പേടി തന്നെയാണ് മറ്റുള്ളവരെ ഇറക്കി കളിക്കാൻ വേണ്ടി സിബിൻ
ശ്രമിക്കുന്നത്. അവിടെ എല്ലാവരെയും കച്ചകെട്ട് നിർത്തിയിരിക്കുകയാണ്. എനിക്ക് ഞാൻ ഒന്നിനും വയ്യ, നിങ്ങൾ വേണേൽ ഇറങ്ങാൻ, ഞാൻ പറഞ്ഞു തരും, നിങ്ങൾ അതേപോലെ ചെയ്യണമെന്ന്. എന്തായാലും ജാസ്മിനും ഗബ്രിയും ഇല്ലാതെ ആർക്കും ഒരു കണ്ടന്റ് ഇല്ല, പുറത്ത് പ്രേക്ഷകർക്കും ഒരു കണ്ടന്റ് ഇല്ല. ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിക്കുന്നത് ജാസ്മിനും ഗബ്രിയെയും കുറിച്ച് പറയാൻ തന്നെയാണ്. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും ജാസ്മിനും ഗബ്രിയെയും കുറിച്ച് പറയുന്ന കേൾക്കാനാണ് പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ള രണ്ടുപേരെ പെട്ടെന്നൊന്നും പുറത്തേക്ക് ബിഗ് ബോസ് പറഞ്ഞു വിടുന്നത് എനിക്ക് തോന്നുന്നില്ല, അല്ലേ? കാര്യം അവരാണ് അവിടെ കണ്ടന്റ് കൊടുക്കുന്നത്. ആ ഒരു ബോധ്യം ബിഗ് ബോസിനുണ്ട്. ജാസ്മിനും ഗബ്രിയും പുറത്തേക്ക് പോയാൽ ഇവരിനി ആരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കും? ഈ കുടുംബശ്രീ അംഗങ്ങളെല്ലാം തമ്മിലിരുന്ന് സൊറ പറയുമായിരിക്കും, അല്ലാതെ വേറെ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അത് ബിഗ് ബോസിനും അറിയാം. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് ഇവരെ പുതിയ പ്ലാനും പദ്ധതി നോക്കുക. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.